कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शनम् रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे പ്രകൃതിയിൽ ഈ ഭൂമിയിൽ ജീവനുണ്ടാകണമെന്ന് ആ ജീവൻ്റെ നല്ല നിലനിൽപ്പിന് വേണ്ടുന്നതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ച ആദിപരാശക്തി ഭാവം അമ്മഭാവം ആ അമ്മയ്ക്ക് മുന്നിൽ വണങ്ങിക്കൊണ്ട് ഒരു പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ കൂടി നാം ഇവിടെ ആരംഭിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കുക, നമുക്ക് ചുറ്റും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഈ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് എന്ന്. ചിന്തിക്കുവാനുള്ള ശക്തി ആദ്യമുണ്ടായത് നമ്മുടെ മനസ്സുകളിലാണ്. ആ മനസ്സുകളിൽ നിന്ന് അങ്ങനൊരു ശക്തിയെ നമുക്ക് സ്വായത്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തു തന്നത് പ്രകൃതിയാണ്. മനുഷ്യൻ നടക്കാൻ പഠിച്ചത്, സംഗീതം ശ്രവിച്ചത്, നൃത്തം അഭ്യസിച്ചത് എല്ലാം പ്രകൃതിയിൽ നിന്നാണ്. ഒരുപക്ഷെ ചിന്തിക്കുവാനുള്ള ആദ്യ പ്രേരണ പോലും പ്രകൃതിയാണ് നൽകിയത്. ആ പ്രകൃതിയിൽ ജീവിക്കുമ്പോഴൊക്കെ എപ്പോഴൊക്കെ പച്ചപ്പിൽ നിൽക്കുന്നു അപ്പോഴൊക്കെ മനുഷ്യനാകുന്നു, യഥാർത്ഥ മനുഷ്യനാകുന്നു. അവിടെ നിന്ന് പിന്നീട് എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്നൊക്കെ നാം അഹങ്കരിക്കുമ്പോൾ, മനുഷ്യകുലം അഹങ്കരിക്കുമ്പോൾ ഓർക്കുക, ഈ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം വേണ്ടുന്ന മൂലാധാരം പ്രകൃതി തന്നെയാണ്. തുടക്കം പ്രകൃതിയിൽ തന്നെയാണ്. ഭാരതീയതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, കേരളീയതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന ഉദയാമൃതത്തിൽ നാം മനസ്സിലാക്കുന്നൊരു വലിയ തത്വമുണ്ട്. ഇന്ന് ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾ, മഹത്തരമെന്ന് വിശേഷിപ്പിക്കുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് ആ ഒരു അടിസ്ഥാനം ഇട്ടത് ഭാരതീയ തത്വങ്ങളാണ്, വേദങ്ങളാണ്, ഉപനിഷത്തുകളാണ്. എന്തിനേറെ പുരാണങ്ങൾ വെറും കഥകളാണ് എന്ന് പറയുമ്പോൾ പോലും ആ പുരാണങ്ങൾ 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട പുരാണത്തിൽ ഈ പുതിയ കാലത്തിൽ കണ്ടുപിടിക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുന്നു. പുഷ്പക വിമാനവും അതുപോലെ തന്നെ കൗരവരുടെ ജനനവും ഒക്കെ ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരം ചില ചിന്തകൾ ആദ്യം ഉണ്ടായതിൽ നിന്നായിരിക്കുമല്ലോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത്. അത്തരം ചിന്തകൾ ഉണ്ടാക്കുക, ആ ചിന്തകളിൽ നിന്ന് ചിന്തകളുടെ വിത്തുകൾ പാകുക, ആ ചിന്തയുടെ വിത്തുകളിൽ നിന്ന് വലിയ വൃക്ഷങ്ങൾ ഉണ്ടാക്കി വരിക. അത് പ്രകൃതിയും ഭാരതീയതയും കേരളീയതയും നമ്മിൽ ചെയ്യുന്ന മഹാപുണ്യമാണ്. ആ പുണ്യത്തിന് വേണ്ടി മനസ്സൊരുക്കിക്കൊണ്ട് മറ്റൊരു ദിവസത്തെ കൂടി സ്വാഗതം ചെയ്യാം അമ്മയുടെ വാക്കുകൾക്കൊപ്പം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. അന്നത്തെ ലക്ഷ്മിയായി കരുതി ഭക്തി ആദരപൂർവം വേണം സ്വീകരിക്കുവാൻ. അന്നം ബ്രഹ്മമാണ്. ആരുടെയും ഒന്നിൻ്റെയും കുറ്റവും കുറവും ഭക്ഷണം കഴിക്കുമ്പോൾ പറയുവാൻ പാടില്ല. ഭഗവത് പ്രസാദമായിട്ട് വേണം ഭക്ഷണം കഴിക്കുവാൻ. അമ്മയുടെ വാക്കുകളിലൂടെ അന്നത്തെ ലക്ഷ്മിയായി കരുതുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കട്ടെ.
കൊല്ലും കൊലയും നടത്തി ചതിയുടെയും വഞ്ചനയുടെയും മേച്ചിൽപ്പുറങ്ങളിലൂടെ നഗരം അടക്കി ഭരിക്കുന്ന കിരീടം വയ്ക്കാത്ത രാജാക്കന്മാർ. പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്ന് വിശ്വസിച്ച് ജീവിതം ആർഭാടമാക്കി മുന്നോട്ടു പോകുമ്പോൾ നനച്ചിരിക്കാതെ അവളെത്തി. എല്ലാം കീഴ്മേൽ മറിക്കാൻ. കലികാലത്തിന്റെ പര്യായമായി ഒരപരിചിത. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അറിയാതെ പെട്ടുപോയ ഒരു പാവം വേഴാമ്പൽ, അശ്വതി ശങ്കർ എന്ന ഒരു ജേർണലിസ്റ്റ്. അപരാധികളെ നിരപരാധികളും നിരപരാധികളെ അപരാധികളുമാക്കുന്ന നമ്മുടെ സമൂഹം അവൾ കണിയിച്ച മുൾക്കിരീടം പക്ഷെ വീണത് വളയിടേണ്ട കൈകളിലാണെന്ന് മാത്രം. നാവ് തെളിവാക്കുന്ന ഇക്കാലത്ത് നാവടയ്ക്കപ്പെട്ട നിസ്സഹായാവസ്ഥയിലായിപ്പോയ ഈ പാവം പെൺകുട്ടിക്ക് ഒരു തിരിച്ചുവരവുണ്ടാകുമോ? ഒരു കൊള്ളക്കാരൻ്റെ ബുദ്ധിയിലേക്ക് ആദ്യം ഋഷിമാർ അഥവാ ഗുരുക്കന്മാർ ബോധത്തിൻ്റെ വെട്ടം നിറച്ചു. ആ വെട്ടത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടായപ്പോൾ ഈ കൊള്ളക്കാരൻ പ്രകൃതിയുടെ സ്നേഹത്താൽ പൊതിയപ്പെട്ടു. അങ്ങനെ പൊതിഞ്ഞ്, പ്രകൃതിയുടെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് അതിനുള്ളിലിരുന്ന് തപസ് ചെയ്തു. ആ പ്രകൃതിയുടെ സ്നേഹത്തെ വാത്മീകം എന്ന് നമുക്ക് വിളിക്കാം. തപസ്സുകൾക്കൊടുവിൽ ജീവാത്മാവിനെ പരമാത്മാവിനെ ഒത്തുചേർത്ത് ചൈതന്യം നിറഞ്ഞപ്പോൾ കൊള്ളക്കാരൻ ചിതൽപുറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ രത്നാകരനിൽ നിന്ന് അയാൾക്ക് നാമം വാത്മീകി എന്നായി. രത്നാകരനെ അറിയുന്നതിനേക്കാൾ ഏറെ ഭാരതം വാത്മീകിയെ അറിയുവാൻ തുടങ്ങി, ഗുരുവിനെ അറിയുവാൻ തുടങ്ങി. വാത്മീകി ഒരു ജനതയ്ക്ക് നൽകിയിരിക്കുന്ന വലിയ സംഭാവനകൾ എത്രയെത്രയെന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല. പക്ഷേ അതിൽ രാമായണം എല്ലാ കാലത്തെയും ജീവിതത്തുമായി ചേർത്ത് വെക്കാവുന്ന, ആധുനിക കാലത്ത് ജീവിതത്തെ ആസൂത്രണം ചെയ്യുന്നവർ എങ്ങനെയാണ് ഒരു നല്ല രാജാവായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നല്ല നേതാവായിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവായിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല മകനാകുന്നത്, അവിടെ ചെയ്യേണ്ടി വരുന്ന ത്യാഗങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ തിരിച്ചറിയുവാൻ രാമായണം പ്രേരിപ്പിക്കുമ്പോൾ ആ തിരിച്ചറിവുകളുണ്ടായ കൊള്ളക്കാരൻ അനുഭവിച്ച പ്രകൃതിയുടെ സ്നേഹഭാവത്തെ നാം അറിയേണ്ടതുണ്ട്. നമുക്ക് ചുറ്റുമുണ്ട് പ്രകൃതിയുടെ സ്നേഹഭാവങ്ങൾ ഇതുപോലെ വാത്മീകങ്ങൾ. തിരിച്ചറിയുവാനൊരു മനസ്സാണ് വേണ്ടത്, തിരിച്ചറിവിൻ്റെ ഒരു കാലമാണ് വേണ്ടത്. അതിനുവേണ്ടി ഗുരുക്കന്മാരുടെ വാക്കുകളുടെ വെട്ടമാണ് വേണ്ടത്. ഇനി ഏതായാലും ശ്രവിക്കാം ഈ കർക്കിടക മാസത്തിൻ്റെ പരമപുണ്യമായി രാമായണ പാരായണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണമഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്ര്യം യഥോചിതം എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്ത പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ
ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലുമതിഭീതി പൂണ്ടിടുമസത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനെ നിൻ തിരുവടി സങ്കടമെന്നിയെ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കുമെനിക്കു വിഭിന്നവും പൂജനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യയമായനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാരഘൂത്തമസന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജ്യായത്തെ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ. യാവത്തവാഗമനം ദേവദേവമേ താവദേവാനാരതം ഭജിച്ചിടുവൻ. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പുൽത്താരടികളിൽ ചേർത്തമിതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകാമുത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം. മന്വബ്ദപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാനന്നു തന്നെ വരും നിർണയം. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. ഇന്ന് രാമായണ പാരായണത്തിൽ ഭരതനോട് രാഘവൻ സംസാരിക്കുന്ന ഘട്ടമാണ് നാം കേട്ടത്. സംസാരമെന്നും ഉപദേശമെന്നും വിശേഷിപ്പിക്കാവുന്നൊരു ഘട്ടം. ഭരതനും രാഘവനും. രാഘവൻ എന്നാൽ ശ്രീരാമൻ, മഹാവിഷ്ണു. അപ്പോൾ ഭരതനും വൈഷ്ണവംശം തന്നെ, വൈഷ്ണവ ചൈതന്യം തന്നെ. ആ ചൈതന്യത്തെക്കുറിച്ച് പറയുമ്പോൾ
എല്ലാ തരത്തിലും ഒരു ശംഖിൻ്റെ പവിത്രതയോടുകൂടി നിൽക്കുന്ന ആ ഒരു പാരമ്പര്യത്തെയും ചൈതന്യത്തെയും കുറിച്ച് പറയുമ്പോൾ ഭരതൻ എന്ന കഥാപാത്രത്തെ മാത്രം എടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ രാമായണത്തിൻ്റെ മുഴുവൻ നന്മകളെ നമുക്ക് ഉൾക്കൊള്ളുവാനാകും. രാമന് എതിരെ ഒരു തീരുമാനം സ്വന്തം മാതാവ് തന്നെ, കൈകേയി തന്നെ ദശരഥനെ അറിയിക്കുകയും അത് ദശരഥൻ്റെ മനോവ്യഥയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന സമയത്ത് ഭരതൻ രാജകൊട്ടാരത്തിലില്ല, രാജ്യത്ത് തന്നെ ഇല്ല. അത് കഴിഞ്ഞ് ദശരഥൻ അത് കേൾക്കുകയും ദശരഥന് താങ്ങാനാകാത്ത ദുഃഖമുണ്ടാവുകയും രാമനെ രാജാവായി അഭിഷേകം ചെയ്യുവാനുള്ള തീരുമാനം മാറ്റുകയും ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ശ്രീരാമൻ തൻ്റെ അച്ഛൻ്റെ വാക്കുകളെല്ലാം കേൾക്കുകയാണ്. അച്ഛൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് അച്ഛൻ വനയാത്രയ്ക്ക് പോകാൻ പറയുമ്പോൾ അതിന് തയ്യാറാവുകയാണ്. രാജഭാരം ഭരതനെ ഏൽപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിനും തയ്യാറാകുന്നു. പക്ഷേ ഭരതൻ അച്ഛൻ്റെയോ അമ്മയുടെയോ വാക്കുകളല്ല കേൾക്കുന്നത്, സത്യത്തിൻ്റെ ശരിയുടെ ഭാഗത്ത് നിൽക്കുവാനാണ് ശ്രമിക്കുന്നത്. അത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള കർമ്മമാണ്. ശ്രീരാമൻ ആ ഘട്ടത്തിൽ അച്ഛനോട് ചെയ്യാനുള്ള മകൻ്റെ ധർമ്മമാണ് നിർവഹിക്കുന്നതെങ്കിൽ ഭരതൻ ഒരു വ്യക്തി തൻ്റെ സമൂഹത്തിനോട് ചെയ്യേണ്ടുന്ന ഒരു കടമ അതെന്താണ് എന്നുള്ളതാണ് നിർവഹിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുക. അതുകൊണ്ടാണ് ഭരതൻ പറയുന്നത് എനിക്ക് ഈ രാജ്യം വേണ്ട എന്ന്. സുഖമായി രാജാവായി, അയോധ്യയിലെ രാജാവായി സുഖമായി ജീവിക്കുവാനാകുന്ന അവസരം കൈവന്നപ്പോഴും ഭരതൻ ആ അവസരത്തെക്കുറിച്ച്, അതിൻ്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ആ അവസരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തനിക്കുണ്ടാകാൻ പോകുന്ന മനോവ്യഥയെക്കുറിച്ച് അല്ലെങ്കിൽ അസ്വസ്ഥതയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതൊരിക്കലും തനിക്ക് യോജിച്ച ഒരു സ്ഥാനമല്ല എന്ന്. ഇന്ന് പലപ്പോഴും അഴിമതി നടത്തുന്നവരും കൈക്കൂലി വാങ്ങുന്നവരും ഒക്കെ ഭരതൻ്റെ മനസ്സിനെ ഒന്ന് ചിന്തിച്ചെടുത്ത് പഠിക്കേണ്ടതുണ്ട്. കാരണം ഭരതന് വേണമെങ്കിൽ രാജാവാകാം. നമുക്കെല്ലാം മുന്നിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. വേണമെങ്കിൽ അധർമ്മത്തിലൂടെ അല്ലെങ്കിൽ ശരിയായ വഴിയിലൂടെ അല്ലാതെ രാജാവാകുകയോ സമ്പത്ത് സമ്പാദിക്കുകയോ അല്ലെങ്കിൽ മറ്റുതരം ബന്ധങ്ങൾ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു കാലമുണ്ട്. ആ ഒരു കാലത്തിൽ നമുക്ക് നമ്മോട് തന്നെ നാം ചെയ്തത് തെറ്റാണെന്ന തോന്നലുണ്ടാകും, കുറ്റബോധമുണ്ടാകും. അപ്പോൾ ഏത് സിംഹാസനത്തിലാണ് നാം ഇരിക്കുന്നതെങ്കിലും അവിടെയൊക്കെ മുള്ളാണികൾ തളച്ചതുപോലെ നമുക്ക് തോന്നും, മുള്ളിന്മേലിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും. ഒരുപക്ഷെ നിയമം നമ്മളെ ജയിലിൽ വരെയും കൊണ്ടുചെന്ന് എത്തിച്ചേക്കും, കാരാഗൃഹത്തിൽ വരെ കൊണ്ടുചെന്ന് എത്തിക്കും. ഇതെല്ലാം ഒഴിവാക്കുന്നു ഭരതൻ ആദ്യം തന്നെ. ഭരതന് ആ രാജ്യം വേണ്ട, മനസ്സമാധാനമാണ് വേണ്ടത്, സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന ഭാവമാണ് വേണ്ടത്. അതുകൊണ്ടാണ് രാമനോട് വന്ന് അഭ്യർത്ഥിക്കുന്നത്, തിരിച്ചു നാട്ടിലേക്ക് വരൂ, രാജാവായിരിക്കൂ, ആ രാജ്യസ്ഥാനം എനിക്കുള്ളതല്ല, എൻ്റേതല്ല, അത് എൻ്റേതല്ലാത്ത ഒന്നിൽ എനിക്ക് ശോഭിക്കാനാവുകയില്ല എന്ന്. ഇത് ഭരതൻ്റെ ഒരു ഭാവം. എന്നാൽ പിന്നീട് ശ്രീരാമൻ്റെ ഉപദേശമെല്ലാം കേട്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ വാക്ക് അനുസരിച്ചേ മതിയാവുകയുള്ളൂ എന്നും എനിക്ക് വിപിനമാണുള്ളത് എന്നും നീ രാജ്യം ഭരിക്കണമെന്നുമുള്ള നിർദ്ദേശം ജ്യേഷ്ഠനിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരു രാജാവായി മാറുവാനും ഭരതനാകുന്നു. രാമൻ്റെ നിർദ്ദേശത്തോടു കൂടി രാമന് വേണ്ടി പിന്നീട് രാജ്യം ഭരിക്കണം, അതായത് രാമൻ തന്നെയാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രാമൻ്റെ മെതിയിടി രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ രാമൻ രാജ്യം ഭരിക്കുന്നുവെന്നും രാമന് വേണ്ടി കാര്യങ്ങളെല്ലാം താൻ നടത്തുന്നു എന്നുള്ള ഭാവത്തിലും ഭരതൻ രാജ്യം ഭരിക്കുന്നു. ഭരതനുണ്ടാക്കിയ നന്ദിഗ്രാമം അവിടെ ശരിക്കും ഒരു താപസീ ഭാവത്തിൽ, അതായത് രാജാവിൻ്റെ എല്ലാ സന്തോഷങ്ങളോടും കൂടിയല്ല ഭരതൻ ജീവിക്കുന്നത്, ഒരു താപസീ ഭാവത്തിലാണ് ഭരതൻ അവിടെയും കഴിയുന്നത്. രാമൻ കാട്ടിലും ഭരതൻ നാട്ടിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഒരുപാടുണ്ട്. ആധുനിക കാലത്ത് ഭരതനെ ഉൾക്കൊള്ളുന്നതിലൂടെ ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന സത്യം, തത്വം വളരെ വിശാലമായതാണ്. നമുക്ക് അർഹിക്കാത്തത് ആഗ്രഹിക്കാതിരിക്കുക, നമുക്ക് അർഹിക്കാത്തത് ലഭിക്കുവാൻ പല വളഞ്ഞ വഴികളുണ്ടെങ്കിലും അതിലൂടെ പോയാൽ ഒരു സിംഹാസനവും നമുക്ക് ആശ്വാസം തരില്ല. അത് മുള്ളാണികൾക്ക് മേലിരിക്കുന്നത് പോലെ തന്നെ ഒരു തോന്നലേ ഉണ്ടാക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുണ്ടാക്കുക. അങ്ങനെ ഭരതനെ ഇന്ന് മനസ്സിലുറപ്പിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ അതിപ്രസിദ്ധമായ ഭരതക്ഷേത്രം കാണേണ്ടതുണ്ട്. കേരളത്തിലെ അതിപ്രസിദ്ധമായ ഭരതക്ഷേത്രം എന്ന് പറയുമ്പോൾ മറ്റൊന്നും ആലോചിക്കാനില്ല, അത് കൂടൽമാണിക്യം തന്നെ. ചരിത്രപ്രസിദ്ധമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം സംഗമേശ്വര ക്ഷേത്രത്തിന്റെ തിരുമുന്നിലേക്ക് നാം എത്തുകയാണ്. കേരളത്തിലെ അത്യപൂർവമായ ആചാരങ്ങളും വിശ്വാസങ്ങളും ഉത്സവ ആഘോഷങ്ങളും കൊണ്ട് വ്യത്യസ്തമായ ക്ഷേത്രമാണ് കൂടൽമാണിക്യം. ഒരിക്കൽ ഇവിടുത്തെ വിഗ്രഹത്തിന്റെ തിരുനെറ്റിയിൽ ഒരു അപൂർവ ജ്യോതിസ് കണ്ടുവത്രേ.
അത് മാണിക്യദ്യുതിയാണ് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. മറ്റു ചിലർ അതിനെ എതിർക്കുകയും ചെയ്തു. ഇത് സത്യമാണോ എന്നറിയുവാൻ അധികാരികൾ തീരുമാനിച്ചു. അന്നുകാലത്ത് ഒരു യഥാർത്ഥ മാണിക്യം സ്വന്തമായിട്ടുണ്ടായിരുന്നത് കായംകുളം രാജാവിനാണ്. കൂടൽ മാണിക്യത്തിലെ വിഗ്രഹത്തിൽ കണ്ട ദിവ്യ ജ്യോതിസും മാണിക്യത്തിന്റെ ജ്യോതിസും ഒന്നുതന്നെയാണോ എന്നറിയുവാൻ വേണ്ടി കായംകുളം രാജാവിന്റെ കയ്യിൽ നിന്ന് മാണിക്യം ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു. മാണിക്യം കേടുകൂടാതെ തിരികെ തരണം എന്ന് രാജാവ് താരതമ്യം ചെയ്യുവാനായി കൊണ്ടുവന്നപ്പോൾ ആ മാണിക്യം വിഗ്രഹത്തിലേക്ക് ലയിച്ചുപോയി. അങ്ങനെ മാണിക്യം കൂടിച്ചേർന്ന പ്രദേശത്തിന് കൂടൽ മാണിക്യം എന്ന പേര് ലഭിച്ചു. രത്നം തിരിച്ചു നൽകാൻ സാധിക്കാതെ ആയപ്പോൾ കായംകുളം രാജാവിന് ഈ ക്ഷേത്രത്തിന്റെ ഭരണാധികാരം നൽകുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി തച്ചുടയ കൈമൾ ക്ഷേത്രത്തിന്റെ അധികാരിയായി തീരുകയും ചെയ്തു. ഇത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാണ്. സംഗമേശൻ വരുവോളം കൂടപ്പുഴയിൽ കുരവയുയർന്നേ മുത്തുമണിക്കുട ചൂടി കൂടൽ ഭഗവാൻ കൂട്ടിനരികെ പൊന്നാളം തെളിയുമ്പോ സപ്താഹ സദസ്സിന്മേൽ ഭക്തിരസം പകരുമ്പോൾ ദേവാമിഴി നിറയും സംഗമേശൻ വരുവോളം കൂടപ്പുഴയിൽ കുരവയുയർന്നേ. ഇന്നത്തെ ഉദയാമൃതം തത്വത്തിൽ അധിഷ്ഠിതമായ രാമായണ പാരായണത്തിൻ്റെ രാമായണത്തെ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് വീണ്ടും ഒന്ന് മനസ്സിലുറപ്പിക്കുവാൻ കാരണമായി എന്ന വിശ്വാസത്തോടു കൂടി വിടവാങ്ങുകയാണ്. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്കാരം.